നിനക്കിത്രയും ബോധമില്ല ചാന്ദിനി. കൊച്ചിനെ തനിച്ചാണ് അങ്ങോട്ട് പറയുന്നത്. എടാ നീ അവിടുത്തെ ചാടി നിൽക്കാൻ കൊച്ചെവിടെ നോക്കടാ. ദൈവമേ, കൊച്ചിനൊന്നും സംഭവിക്കരുത്. ഓണ പഠിക്കുന്ന അച്ഛൻ വന്നല്ലേ? ഓണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് വന്നത്? ഇപ്പം അച്ഛൻ വന്നല്ലേ വീട്ടിൽ കൊണ്ടാകാം. അയ്യോ മോളെ, അമ്മമ്മ പേടിച്ചു പോയല്ലോ. അമ്മ പറഞ്ഞ് മോൾ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? അമ്മമ്മ എടുത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെയായിരുന്നാ? അതിന് മേലാലും ആവർത്തിക്കരുത്. കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സ്ട്രീറ്റിന്റെ അറ്റത്തുള്ള കടയിൽ പോയി ഒരു പാക്കറ്റ് തേയില വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒറ്റയ്ക്ക് പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ പേടിച്ച് നിൽക്കായിരുന്നു കൊച്ച്. ഇനി വല്ല വണ്ടി വന്ന് തട്ടിയിരുന്നെങ്കിൽ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. മുട്ടായി എല്ലാം കാണിച്ച് പറ്റിച്ച് കൊച്ചിനെ പിടിച്ചോണ്ട് പോയാ? എന്റെ പൊന്നേട്ടാ, അവക്കൊന്ന് റോഡ് പോലും ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവളെ അത് ശീലിപ്പിക്കാത്തോണ്ടാ. ആര് മുട്ടായി തന്നാലും അത് മേടിക്കരുത് പഠിപ്പിക്കുന്നതിന് പകരം. ചാന്ദിനി, നീ അവളെ ഒറ്റയ്ക്ക് അയച്ചത് പറ. ഇത് ന്യായീകരിക്കടാ. സമയാകുമ്പോഴേ അവിടെ എല്ലാം താനേ പഠിച്ചോളൂ. വാ മോളെ. ചേട്ടാ, ഇതൊക്കെ വളരെ ബേസിക് കാര്യങ്ങളാ. എത്ര വയസ്സിലാണ് ഇനി ഇതിനൊക്കെ സമയമാവുന്നേ? നിങ്ങൾ എല്ലാത്തിനും അവളെ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാ അവിടെ കൊച്ചു കുട്ടിയല്ലേ? ഓരോരുത്തന്മാർ പോണ പോക്കിന് എനിക്ക് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്. അപ്പോഴാണ് ആ കൊച്ച്. നമുക്കിപ്പോൾ മോളുടെ സേഫ്റ്റിയാണ് പ്രധാനം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇമാതിരി കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യരുത്. അമ്മ പറഞ്ഞ പോലെ സമയമാകുമ്പോൾ അവളെല്ലാം പഠിച്ചുകൊണ്ടാണ്. കളിച്ച വീഴുന്ന എവിടെയെങ്കിലും മുറിഞ്ഞ? എന്നെ അവര് കളിക്കാൻ കൂട്ടുന്നില്ല. ആരെന്നെ മോളെ കളിക്കാൻ കൂട്ടാത്തത്? അച്ഛൻ ചോദിക്കാം. Ingy Pingy Pongy, father had a donkey, donkey died, father cried. Ingy Pingy Pongy, father called the doctor, doctor called the nurse, nurse called the ambulance. 1, 2, 3. ആരാണ് കൊച്ചിനെ കളിക്കാൻ കൂട്ടാത്തത്? മാമ, നമ്മള് പറഞ്ഞില്ലേ ചേച്ചീനെ കളിക്കാൻ കൂട്ടൂലെന്നൊന്നും. അവിടെ കളിക്കാൻ ഒട്ടും സ്ഥലമില്ല. നമ്മൾ ചേച്ചിയോട് പറഞ്ഞു ഇവിടെ വന്ന് കളിക്കാൻ. ചേച്ചി പറഞ്ഞു വരാൻ പറ്റൂലെന്ന്. നമ്മളും കളിക്കണ്ടെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ വീട്ടുമുറ്റത്തു നിന്നുള്ള കളിയൊക്കെ മതി. കൺവട്ടം മാറിയിട്ടുള്ള കളിയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും കളിക്കൂല. ചേട്ടാ, ഒന്നിങ്ങി വന്നേ. ഇതിലടി കാര്യത്തോട് തീരുമാനമായിട്ടൊന്ന്. ചേട്ടാ, ഇങ്ങി വരാൻ. വാടി, നമുക്ക് കളിക്കാം. നാണക്കേടാണ് മനുഷ്യ ഈ കൊച്ചു പിള്ളേരോട് റോഡിൽ കിടന്ന് വഴക്കിടണത്. എന്റെ കൊച്ചിനെ പിന്നെ കളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവരവിടെ സംസാരിച്ചു തീർത്തോളൂ. വീട്ടുകാർ ഇടപെടാൻ മാത്രം ഇത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും അല്ലല്ലോ. എന്ത് പ്രശ്നമല്ലെന്ന്? ഇനി മുറ്റത്ത് ഈ പരിസരത്ത് എവിടെ പിള്ളേർ കളിക്കണേ എനിക്കൊന്ന് കാണണമല്ലേ മക്കളെ? ഇനി അവരടുത്ത് മിണ്ടാൻ വേണ്ട, കളിക്കാൻ വേണ്ട. കഴിക്ക പിള്ളേർ. ഐഷേ, ഈ ഉണ്ണിച്ചേട്ടൻ എന്ത് വയ്യേ കൊച്ചു പിള്ളേരൊക്കെ കിടന്ന് അടി വയ്ക്കാൻ? ഇടി ആകെപ്പാടെ നാണക്കേടാണ്. ചേട്ടൻ ജനിച്ച കാലം തൊട്ട് ഈ അയൽവാസികളുടെ മുഖത്ത് നോക്കാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പിള്ളേരുടെ വീട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പൊ എന്റെ മുഖത്ത് പോലും നോക്കൂല. ഉണ്ണിച്ചേട്ടനെ വിട്. നമ്മൾ ധനുഷ്ഠ വേണം ആദ്യം സ്മാർട്ടാക്കി എടുക്കാൻ. എങ്ങനെ സ്മാർട്ടാക്കാനാണ്? ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ധനുഷ്ഠ ജനിച്ച സമയം. ശബ്ദം ഉണ്ടാക്കല്ലേ? കുഞ്ഞിന്റെ കൊച്ചു ചെവിയല്ലേ? ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് കേൾവി ശക്തിയെ ബാധിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ ശബ്ദങ്ങൾ വേണ്ട. ബി സൈലന്റ്. ചേട്ടാ, ഒന്നിങ്ങി വന്നേ. പറ്റൂല. ചേട്ടാ, മുകളിലിരിക്കുന്ന പാത്രം ഒന്നും എടുത്തു. എനിക്ക് എത്തുന്നില്ല. പറ്റൂല തന്നെ പറഞ്ഞത്. ഡെങ്കു, മലേറിയ, ചിക്കൻ കുഞ്ഞിയുടെ കാലമാണ്. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് മാറില്ല. നീ പോയെ. ചേട്ടാ, അവൾ ഒറ്റയ്ക്ക് കളിക്കട്ടെ. ഇങ്ങനെ എപ്പോഴും പിടിച്ചോണ്ടിരുന്ന അവക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂല. എന്നിട്ടാണ് കൊച്ചു കമന്നടിച്ചു വിടാൻ. മക്കളും അച്ഛൻ കൂടെ. ധനുഷ്ഠ ട്രാൻസ്പോർട്ട് ബസ്സിൽ വിടൂല, സ്കൂൾ ബസ്സിൽ വിടൂല, നടന്നു പോകാൻ സമ്മതിക്കില്ല. ചേട്ടൻ തന്നെ കൊണ്ടുവിടും, വിളിച്ചോണ്ട് വരും. ഒരു വക അവളെ തനിയെ ചെയ്യാൻ ശീലിപ്പിച്ചിട്ടില്ല. ഒരു സ്കൂൾ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ പോലും കത്രി വെച്ച് മുറിക്കാൻ ചേട്ടൻ ചെയ്തു കൊടുക്കും, കൈ മുറിയോന്ന് പേടിച്ചിട്ട്. ആന്റി 2 ദിവസത്തേക്ക് ചേച്ചി എനിക്ക് വിട്ടോ, ഞാൻ റെഡിയാക്കി പോണം. ധനുഷ്ഠ ഇതുപോലൊന്ന് കോൺഫിഡന്റ് ആയി ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന കാണാൻ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? എടി, നീ വിഷമിക്കാതെ. ഇതൊക്കെ ഈ ഓവർ പാമ്പറിങ്ങിന്റെയാ. ഇവിടെ ദശമോളാണേലും അമ്മൂമ്മ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരുന്നതാ. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഇത്രയും കോൺഫിഡന്റ് ആയത്. എടി, ഇവളുടെ സ്കൂളിലാണെങ്കിലേ പഠിത്തം മൊത്തം വേറെ സ്റ്റൈലില്ല. പ്രോജക്റ്റിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടികൾ ഓരോന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ ടീമായിട്ട് വർക്ക് ചെയ്യും. കഴിഞ്ഞ വീക്ക് തന്നെ ഇവളുടെ സ്കൂളിന് വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ബെല്ല് 3D പ്രിന്റർ വെച്ചുണ്ടാക്കി. ഇപ്പൊ അതാ സ്കൂളിൽ യൂസ് ചെയ്യുന്നത്. ഈ പ്രായത്തിലെ പിള്ളേർ 3D പ്രിന്റർ ഒക്കെ യൂസ് ചെയ്യോ? ഇവൾ ഏത് സ്കൂളിലാ?
നമ്മുടെ പാറശാലയിലുള്ള DS ഇന്റർനാഷണൽ സ്കൂള്. എടി നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് മൊത്തം കാണാപ്പാടമല്ലായിരുന്നു. പക്ഷെ ഇവിടെ തിരിച്ചാ പിള്ളേർ എന്നെ ട്യൂബ് ലൈറ്റും LED ലൈറ്റൊക്കെ ഉണ്ടാക്കി അവരെ എന്നെ ബ്രാൻഡ് ചെയ്ത് പാക്ക് ചെയ്ത് സെല്ല് ചെയ്യും. മോളെ നീ പോയി നിന്റെ ആനുവൽ റിപ്പോർട്ടിങ് എടുത്തിട്ടാ. എടി അവിടുത്തെ പിള്ളേരുടെ പ്രോജക്റ്റും പ്രസന്റേഷനൊക്കെ കാണണം. ഗ്ലോബൽ ആക്സനിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ പിള്ളേർ പഠിച്ചിറങ്ങുമ്പോൾ 2040 ആവും. ആ സമയത്തെ ടെക്നോളജിക്കും ജോലി സാധ്യതയൊക്കെ അവരെ കേപ്പബിൾ ആക്കിയല്ലേ പറ്റൂ. നീ ഒന്ന് ഈ ബുക്ക് നോക്കിക്കേ. ഇതെന്താ ഈ ജേർണൽ ഓഫ് ക്യാരക്ടർ? എടി നമ്മുടെ കുട്ടികളുടെ ഓവറോൾ ക്യാരക്ടറും പ്രൊഫഷണൽ ഡെവലപ്മെന്റും ട്രാക്ക് ചെയ്യാൻ ഇവരുടെ സ്കൂളിലെ റിസർച്ച് ടീം ഡെവലപ്പ് ചെയ്ത ബുക്കാണ്. നമ്മുടെ കുട്ടികൾ മോർണിംഗ് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നോട്ട് സ്വന്തം സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുക, യൂണിഫോം അടക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ കുട്ടികളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി ഇതുവഴി പറ്റും. അമ്മാതാ ഇത് നോക്കിക്കേ. എടി ഇത് ടെക്സ്റ്റ് ബുക്ക് അല്ല, മോളുടെ 3rd സ്റ്റാൻഡേർഡിലെ ആനുവൽ റിപ്പോർട്ടാണ്. ഇവളുടെ അക്കാഡമിക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിഹേവിയർ, ടാലന്റ് ഇവയൊക്കെ ട്രാക്ക് ചെയ്തിട്ടുള്ള 200 പേജുള്ള റിപ്പോർട്ട്. ഇങ്ങനത്തെ സ്കൂളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? എന്തായാലും കൊള്ളാം. ഹലോ, എടി നീ വരാറായ? എപ്പോ വരും? ഇല്ല ഏട്ടാ, ഞാൻ ഇറങ്ങാൻ പോന്നേ ഉള്ളൂ. ആ ശരി ശരി, എന്നാ നീ വേഗം ഇറങ്ങാൻ നോക്കേ. ആ എന്തോ ചെടി പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എടി കൊച്ചിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൊച്ചിന്റെ അച്ഛൻ ഇതല്ല സ്വഭാവം. അമ്മ അമ്പലത്തിലെങ്ങാനും പോയി കാണും. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാനും അമ്മയും ഇല്ലെങ്കിൽ പിന്നെ തീർന്നു, വിളിച്ചോണ്ടിരിക്കും. ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിഞ്ഞൂടാ. ഇനി അത്ര അത്യാവശ്യമാണെങ്കിൽ ഒന്ന് പുറത്തു പോയി കുടിക്കോ? അതുമില്ല. നിനക്ക് LDCയിൽ പേരുള്ളതല്ലേ, അതും തൃശ്ശൂർ. അപ്പൊ നീ പോയി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. പോക്ക് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ലടി. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്നെ കാണാനായിട്ട് സമാധാനമില്ല. പിന്നെ ഇനി തൃശ്ശൂര്. ഞാനെന്തായാലും ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചോണ്ടിരിക്കും. മക്കളെ നീ എന്തോ കാണിക്കണേ? ഭയങ്കര തലവേനമ്മ. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എൻ്റെ തലയിപ്പ് പൊട്ടും. നീ എന്തിനാ മക്കളെ അറിയാത്ത പണിക്ക് പോണേ? അവളുടെ അടുത്ത് പറഞ്ഞാൽ പോരെ? അവൾ ആര്യയുടെ വീട്ടിൽ പോയിരുന്നു, ഇപ്പോൾ വരും. എനിക്ക് അതൊരു പിടിച്ചിരിക്കാൻ വയ്യ. എന്നാ മക്കള് മാറ്, ഞാൻ ഇട്ടുതരാം. വെറുതെ കൈ പൊള്ളിക്കാൻ. ഇതാ ഗ്യാസ് ആണാക്കാതെ മക്കളെ ചായ ഉണ്ടത്. മക്കളെ അവിടെ പോയി, ഞാൻ ചായ ഇട്ടുതരാം. അമ്മ, എന്ത് മക്കളെ? എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്നു. അത് നല്ല കാര്യമല്ലേ? അതിനെന്തിനു മോഹം കടിപ്പിച്ച് വെച്ചിരിക്കണേ? പക്ഷെ 3 മാസം സൈഡ് ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അവിടുത്തെ വർക്കേഴ്സിൻ്റെ മുഴുവൻ കാര്യം ഞാൻ തന്നെ നോക്കണം. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പോയത് ആലോചിക്കുമ്പോഴേ. 3 മാസമൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതും അറിയാത്ത സ്ഥലം, അറിയാത്ത ആൾക്കാർ. വേണ്ട മക്കളെ, എനിക്കൊരു സമാധാനം കാണൂല. അതെന്നമ്മ, പ്രൊമോഷനും വേണ്ട, ഒന്നും വേണ്ട, ഉള്ളത് മതി. ആ അമ്മ ചായ ഇട്ട് കൊടുത്തോ? മോളെവിടെ ഏട്ടാ? അവളെ അകത്ത് കിടക്കുന്നത്. അതിന്റെ ഇത്ര നേരത്തെ ഒരു കിടപ്പ്? മോളെ, മക്കളെ നീ പ്രൊമോഷൻ്റെ കാര്യം അവളുടെ അടുത്ത് പറയണ്ട. ഇല്ല, അതുപോലെ ഒരു കാരണവശാലും പറയില്ല. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പോകാനേ പറയും. മക്കളെ ഡാ, നല്ല ചൂടുണ്ടല്ലോ. ചേട്ടാ ഒന്ന് എണീക്ക്, മോക്ക് നല്ല പനിയുണ്ട്. നല്ല ചൂടുണ്ടല്ലേ? എന്ത് ചെയ്യും? ഇതിപ്പോ ചോദിക്കാൻ എന്തിരിക്കണ? നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അല്ലെങ്കിൽ വേണ്ട, ഫോൺ വിളിച്ച് നമ്മുടെ ഫാമിലി ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറ. അയ്യോ, ഡോക്ടർ എത്താ? ചേട്ടൻ എന്തിനിങ്ങനെ ഒച്ച എടുക്കുന്നേ? കണ്ടോടെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോന്നേ? അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഡോക്ടർ ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, വല്ല മരുന്നും കൊടുത്താൽ എല്ലാം മാറി കൊടുക്കും. നല്ല ടെമ്പറേച്ചർ ഉണ്ട്, മരുന്നിൽ മാത്രം നിൽക്കില്ല. അതൊന്നും സാരമില്ല. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാണ്. പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇഞ്ചക്ഷൻ അതിനെന്തെങ്കിലും ഡോക്ടർ വല്ലതാണോ? അല്ല, പക്ഷെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണ്. ഞാൻ പറയുന്നു കൊച്ചിന് ഇഞ്ചക്ഷൻ വേണ്ട. ചേട്ടാ ഒന്നും മിണ്ടാതിരുന്നേ, കൊച്ചിന്റെ അസുഖം മാറണ്ടേ? അതിപ്പോൾ മരുന്ന് കൊടുത്താലും മാറി കൊടുക്കും. അതെ, ഞാൻ മരുന്ന് തരാം. പക്ഷെ കൊച്ചിന് അസുഖം കുറഞ്ഞില്ലെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ.
നീ എന്നെ നോക്കി പഠിപ്പിക്കുന്നു വേണ്ട. കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്ത് അതുപോലെ കിടന്ന് കറങ്ങിയാൽ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ധനുഷ്ടയുടെ ടീച്ചറാണ്. എന്ത് പറ്റി വരാൻ എത്ര ലേറ്റ് ആവുന്നത്? ആ ടീച്ചറെ, മോക്ക് വയ്യ, നല്ല പനിയുണ്ട്. അപ്പം നാളെ കഴിഞ്ഞ് വിടാമെന്ന് വിചാരിച്ചു. ഓ ആണോ? ഞാൻ കരുതി ധനുഷ്ട എപ്പോഴത്തെ പോലെ ബാഗ് അടിച്ച് നിൽക്കുവാണ്. എന്തു പറ്റി ടീച്ചറെ? അല്ല, ലാസ്റ്റ് ടൈം മാം എന്നോട് പറഞ്ഞില്ലേ സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ ഏതെങ്കിലും ഒരു ഐറ്റമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ. സ്റ്റേജിൽ കയറിയുള്ള എന്ത് പരിപാടിയും ധനുഷ്ട ചെയ്യത്തില്ല. അതുകൊണ്ട് മറ്റു കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ വരെ ചെയ്തില്ല. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, അതുകൊണ്ടാണ് വിളിച്ചത്. അയ്യോ ടീച്ചർ, ഇതിനെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞത് പോലുമില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് ടീച്ചർ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാവോ? അടുത്ത പ്രാവശ്യം കൊണ്ട് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം. ആ നോക്കാം. മോളെ, ക്ലാസ് ടീച്ചർ ഇപ്പോൾ വിളിച്ചിരുന്നു. ഏതോ പ്രോഗ്രാമിന്റെ ചാർട്ട് കയ്യിലുണ്ട്, അതൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എവിടെ ഇരിക്കുന്നു മോളെ? അമ്മ, ഞാൻ അതൊന്നും ചെയ്തില്ല. എനിക്കതൊന്നും ചെയ്യാൻ അറിയൂല. ഓ, അപ്പൊ അതിന്റെ പേടിപ്പനിയായിരുന്നല്ലേ? എടി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് നല്ലൊരു കൂട്ടില്ലാത്തതാണ് പ്രധാന പ്രശ്നം. അതെങ്ങനെയാ? ഈ സ്ട്രീറ്റിലെ സകല പിള്ളേരും വെറുപ്പിച്ചു വെച്ചേക്കുമല്ലേ? എടി, നീ ഈ ഒരു കാര്യം ചെയ്യ്. ഡെയിലി വൈകുന്നേരം ധനുഷ്ട ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒരു 2 മണിക്കൂർ ദക്ഷയായിട്ട് കളിച്ച് സമയമൊക്കെ ചെലവഴിക്കുമ്പോൾ അവൾക്ക് ചെറിയ മാറ്റമൊക്കെ വരും. എടി, പനി മാറി ഇന്നൊന്ന് സ്കൂളിൽ വിട്ടതേ ഉള്ളൂ. ഇന്നിനിപ്പോൾ വരാനായി. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടെ നാളെ തൊട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവൂല. അമ്മ, എടി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. എന്തോന്ന് കോലം മക്കളെ ഇത്? ഇവിടുന്ന് പോയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ മുഴുവൻ ഇങ്ങനെ ആയിരുന്നു. മോളിപ്പോൾ പനി അടിച്ച് മാറിയല്ലേ ഉള്ളൂ. അവിടെ രാവിലെ പോണ വഴിക്ക് കടയിൽ നിന്ന് പുതിയ മങ്കി ക്യാപ്പ് സ്വെറ്റർ അങ്ങ് വാങ്ങിച്ചു. ഇനി വീണ്ടും തണുപ്പടിച്ച് പനി പിടിക്കണ്ടല്ലോ. എന്റെ പൊന്നുണ്ണിച്ചേട്ടാ, ഈ ചൂട് പിടിച്ച സമയത്ത് ഈ കൊച്ചി ഇതെല്ലാം കൂടെ വാരിക്കെട്ടി വേർത്ത് തലയിൽ നീരിറങ്ങി വേറെ അസുഖം വരാതിരുന്ന കൊള്ളാം. അങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ? എനിക്ക് മക്കളെ ഊരിക്കും. ചേട്ടാ, ഞാനിപ്പോൾ ആര്യോടെ സംസാരിച്ചോണ്ടിരുന്നേ. നാളെ തൊട്ടൊരു 2 മണിക്കൂർ ധനുഷ്ട അങ്ങോട്ട് കൊണ്ടുപോകാന്നാ വിചാരിക്കുന്നത്. എന്തിന്? അവിടെ ആകുമ്പോൾ ദക്ഷമോളുണ്ടല്ലോ, ഇവക്ക് കളിക്കാനൊക്കെ ഒരു കൂട്ടുമാവും, പിന്നെ നല്ലൊരു ചേഞ്ചും ആവും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്ത് കുറവാണുള്ളത്? ഇനി കളിക്കണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കളിച്ചോളാം. അയ്യടാ, മോളുടെ തരത്തിന് പറ്റിയ ആള്. അതിന് നിങ്ങൾക്ക് പിള്ളേരുടെ എന്തൊക്കെ കളി അറിയാം? പിന്നെ ചേട്ടാ, കളിക്കാൻ കൂട്ടിന് മാത്രമല്ല, നമ്മുടെ മോക്ക് അവളുടെ പ്രായത്തിൽ നല്ലൊരു ഫ്രണ്ട് ഇല്ല. അതിനാണെങ്കിൽ ദക്ഷമോള് ബെസ്റ്റാ. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ആ കൊച്ചുമായിട്ടൊന്ന് സംസാരിച്ച് അത്രയ്ക്ക് ബെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ കൂട്ടുകോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടി നടക്കൂല. മോളെ, ഇതാ ദക്ഷ വന്നു. ഹായ് ചേച്ചി. മക്കളെ, നിങ്ങൾ രണ്ടും പുറത്തുപോയി കളിച്ചോ. വാ ചേച്ചി. നിക്കേ, ഈ മുറ്റം വിട്ട് വേറെ അങ്ങോട്ടും പോകരുത്. ഓടി കളിക്കരുത്. കട്ടിയുള്ളതോ കനമുള്ളതോ ആയിട്ടുള്ള ഒന്നും വെച്ച് കളിക്കരുത്. എവിടെങ്കിലും ഇരുന്നിട്ടുള്ളൊരു കളി കളിച്ചാൽ മതി. മനസ്സിലായോ? മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കളിച്ചോ. ചെല്. അപ്പോൾ വന്നട്ടെ. നിങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേനീച്ച വന്നാ നിങ്ങൾ എന്ത് ചെയ്യും? അനങ്ങാ നിന്നാ എന്റെ പാട്ടിന് നോക്കിയോളും, ശല്യപ്പെടുത്തി ആട്ടി ഓട്ടിക്കും. കേട്ടല്ലേ, ആട്ടി ഓടിക്കൊന്നു. നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ച് ഞങ്ങളെ അറിയിക്കണം. ഇല്ലെങ്കിൽ തറയിൽ തന്നെ ചുണ്ടുകൂടി കിടക്കണം. ഈ മരത്തിൽ കയറുന്ന സ്വഭാവം ഉണ്ടോ? നല്ല പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറും, അല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ കെട്ടാൻ വേണ്ടി വല്ലപ്പോഴും കയറും. എന്നാൽ ഇമ്മാതിരി കുരുത്തം കെട്ട പരിപാടികളൊന്നും എന്റെ മോളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. വല്ലയിടത്തും അടങ്ങി ഒതുങ്ങി ഇരുന്ന് കളിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കളിച്ചാൽ മതി. അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ കളിക്കുന്നത്? വാ ചേച്ചി. കണ്ട തർക്കുത്തരം പറയണ. ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കും. ഇനി നമ്മളെ മോളുടെ കൂടെ കളിക്കാൻ വേണ്ടി ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ കുരുത്തം കെട്ട വേണം. മോള് വേഗം പോയി യൂണിഫോം മാറ്റിയിട്ടേ പോ. അമ്മ, ഒരു ചായ ഇടമ്മ. ഒന്ന് കടുപ്പത്തിലാണുള്ളത്. ഇനി ഒരു ചായ എടുത്തുണ്ടോ? ചായ കുടിക്കണ മുമ്പേ നിന്റെ ഭാര്യയുടെ പുതിയ വിശേഷം ഒന്ന് കേള്.
എന്തേ പേടി? ചേട്ടാ, LDC ലിസ്റ്റ് പേരുണ്ടായിരുന്ന എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നു. 1 മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററും വരും. ഞാനെന്തായാലും തൃശ്ശൂർ പോകാൻ തീരുമാനിച്ചു. എടി, കൊച്ചു വളർന്നു വരുന്ന പ്രായമല്ലേ, ഈ സമയത്ത് അമ്മമാർ കൂടെ തന്നെ ഉണ്ടാവണം. ഇതിപ്പോൾ തന്നെ ലാസ്റ്റ് ചാൻസ് ഒന്നും അല്ലല്ലോ. ഇനി നീ വിചാരിച്ചാലും നല്ലപോലെ ഇത് എഴുതിയെടുക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. തൃശ്ശൂരൊക്കെ പോയി മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതെന്തായാലും ശരിയാവില്ല. ശരിയാണ്, അമ്മമാർ കൂടെ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. കേട്ടല്ല, കൊച്ചിനെ കൊണ്ട് കണ്ട നാട്ടിൽ കൊണ്ട് ഇടാൻ പോണെന്ന്. കൊച്ചു സ്കൂൾ വിട്ട് 3:30 വരും. ഇവിടെ വരുമ്പോൾ 5-5:30 അതൊരു കൊച്ചെന്ത് ചെയ്യും? അത് എങ്ങനത്തെ സ്ഥലമോ എങ്ങനത്തെ ആൾക്കാരോ. ഇവിടെ തന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയാണ്. അതിൻ്റെ കൂടെയാണ് കൊച്ചിനെയും കൊണ്ട് ഇടാൻ പോണെന്ന്. ശാലിനി, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. നീ ആവശ്യമില്ലാതെ വീട്ടിലെ സമാധാനങ്ങളായിരുന്നേ. ചേട്ടാ, എന്നെ ഒന്ന് പറയാൻ വിട്. ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ട. കൊച്ചിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താനും പോണില്ല, നീയും പോണില്ല, അല്ലേടാ? ആമാ. ചാന്ദിനി, എടി നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്. അയ്യോ, എന്തുപറ്റിയമ്മ? ഇരിക്കാൻ പറ്റില്ലേ? ആ, ഇവിടെ നിൽക്കുമായിരുന്നോ? അയ്യോ, അമ്മ! അമ്മേ! അമ്മേ! ചേട്ടാ, ഇത് എന്ത് പറ്റിയതാ? ഹലോ, ഇത് യമുനാനഗർ 2nd സ്ട്രീറ്റ് ആണ്, 71A. ഇവിടെ ഒരു എമർജൻസി ഉണ്ടെന്ന്, പെട്ടെന്ന് വരാവോ? ആ, ഓക്കെ. ഞാൻ പേടിച്ചു അമ്മ. ഡോക്ടർ ഒന്ന് മരുന്ന് കഴിക്കുമ്പോൾ വേദനയെല്ലാം മാറുവേ. അമ്മ, വെള്ളം കുടിക്കും. ഞാനിന്നിവിടെ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ആ കുളിമുറി തന്നെ കിടന്നേനെ. അമ്മയുടെ ഈ മോനായിട്ട് എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ച് നാളെ എൻ്റെ മോള് നിൽക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ചാന്ദിനി, മതി. നീ ഈ സിറ്റുവേഷൻ അതുമായിട്ട് കൂട്ടി കുഴക്കല്ലേ. നിന്റെ അടുത്ത് അവളെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രൊമോഷൻ സൈഡ് ഷിഫ്റ്റ് വന്നിട്ടും അത് വേണ്ടാന്ന് വെച്ച് കൊടുത്തനാണ് ഞാൻ. ഓ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു. സൈഡ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും പ്രൊമോഷൻ വേണ്ടെന്ന് വെച്ചല്ലേ? അത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, ചേട്ടന് ഉത്തരവാദിത്തം എടുക്കാനുള്ള മടിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോളെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ മോളെ ശ്രദ്ധിച്ച് വളർത്തുന്ന പോലെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ പറ്റൂല. കാലം മോശമാണ്. അമ്മേ, നമ്മൾ അതിന് മോളെ ശ്രദ്ധിച്ചല്ല പേടിച്ചാ വളർത്തുന്നേ. ഇതുവരെ ഒരു ചെറിയ കാര്യമെങ്കിലും ഇവളെ തനിച്ച് ചെയ്യാൻ നിങ്ങൾ വിട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുമല്ലോ സമയമാകുമ്പോൾ അവളെല്ലാം തന്നെ പഠിച്ചോളുന്നു. എപ്പോഴാ ഈ സമയമാവാൻ പോന്നേ? അമ്മയ്ക്ക് ഞാൻ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ഉണ്ണിച്ചേട്ടനെ ഇങ്ങനെ വളർത്തിയോണ്ടാണ് ഈ പ്രായത്തിൽ ഒരു തീരുമാനം പോലും സ്വന്തമായിട്ട് ഈ മനുഷ്യൻ എടുക്കാൻ പറ്റാത്തത്. നാളെ അമ്മയോ ഞാനോ ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെ ജീവിക്കുന്ന അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അവളെ ഒരു കാര്യം തനിച്ച് ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ പൊത്തി പൊത്തി വളർത്തിയിട്ട് അവക്കിപ്പോ ആൾക്കാരെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ വരെ പേടിയാ. എന്തിനാ? അവക്ക് സ്കൂളിലോ ഇവിടെ ഒരു നല്ല ഫ്രണ്ട് പോലും ഇല്ല. അവൾ ഇങ്ങനെ ലോകം അറിയാതെ സ്വന്തമായിട്ടൊരു വക ചെയ്യാൻ കഴിവില്ലാതെ വളരുന്നത് കണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. ആകാശ അപകടമെന്ന് നമ്മൾ ഡെയിലി പക്ഷികളോട് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ചെറവുള്ള കാര്യം പോലെ അവർ മറന്നുപോകും. ചേട്ടനത് സംഭവിച്ചു, പക്ഷെ എന്റെ മോക്കത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ബാ. നമ്മുടെ മക്കളെ പൊന്നുപോലെ ഒരു കുറവും വരുത്താതെ ഒരു വേദനയും അറിയിക്കാതെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോ പാരൻസും.
പക്ഷെ സ്നേഹക്കൂടുതലുകൊണ്ട് അവരെ ഒന്നും ചെയ്യിക്കാതെ അവരുടെ ലൈഫിലെ എല്ലാ കല്ലും മുള്ളും നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിരുന്നാൽ അവരിപ്പോൾ സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ നാളെ ഒന്ന് വീണ് പോയാൽ എങ്ങനെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അവർക്ക് ഒരു ഐഡിയ കാണില്ല. ഈ ലോകം ചിലപ്പോൾ മോശമായിരിക്കും എന്നും പറഞ്ഞ് അവരെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെ നേരിടാൻ അവരെ കേപ്പബിൾ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പാരൻ്റ് എന്ന നിലയിൽ എൻ്റെ കുഞ്ഞ് വീഴുന്നതും കരയുന്നതും അവരുടെ മനസ്സ് വിഷമിക്കുന്നതൊക്കെ കാണാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നും നമ്മൾ അവരെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാൽ അവരൊരിക്കലും പറക്കില്ല. ലെറ്റ് ദം ഫ്ലൈ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് സമൂഹത്തിലൊരു നല്ല മാറ്റം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോ കോണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ എഫേർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതയം നൽകുന്ന DS International School, creating global leaders through joyful, experiential and purposeful learning.